എനിക്ക് ഈ ബിഗ് ബോസിലെ ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രൊഡിക്ഷൻ ലിസ്റ്റ് വരും. ഈ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ എൻ്റെ പേര്, ഞാനൊരു ഉണ്ടായിട്ട് വന്ന ഒരാളല്ലേ, അപ്പോൾ എൻ്റെ പേരൊന്നും ആരും പ്രൊഡിക്ഷൻ ചെയ്തിട്ടില്ല. ഒരു ദിവസം എൻ്റെ വൈഫ് അമ്മു കണ്ണേട്ടാ പെട്ടു പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് പെട്ടത്? കണ്ണേട്ടാ ആരൊക്കെ പ്രൊഡിക്ഷൻ ലിസ്റ്റ്? അപ്പം ഞാൻ ഇത് നോക്കുക ആരാന്ന് നോക്കുമ്പോൾ ഹൈദരക്കയുടെ പേര് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ബിഗ് ബോസിൽ. അപ്പം ഞാൻ ദൈവമേ എന്നിട്ട് അവിടെ ഇരുന്ന് പേടിച്ചിട്ടിരുന്നു. അപ്പോൾ കണ്ണട പെട്ടുട്ടാ കഴിഞ്ഞു. കണ്ണട കപ്പിന്റെ കേസൊക്കെ വിട്ടോളൂ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഫസ്റ്റ് പേടിച്ച ആളാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെയും ഞാൻ ഹൈദരക്കന്ന് പ്രതീക്ഷിച്ചു കേട്ടോ. 19ാമത്തെ ആൾക്കാർ ഈ കേറുന്ന ഒരു ഹൈദരക്ക ഉണ്ടെങ്കിൽ എന്റെ കളി എങ്ങനെ ഞാൻ മാറ്റി പിടിക്കുന്ന ആലോചിച്ചിരിക്കുന്നു. താങ്ക് യു. നമുക്ക് രണ്ടുപേരും കൂടെ ഒന്നിച്ചു പോയാൽ കലക്കും നമ്മൾ. ഗംഭീരാകും അല്ല, ഞാനറിയാം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആവുമായിരുന്നു. പക്ഷെ വേറെ കാര്യമുണ്ട്, 7 ദിവസം കഴിഞ്ഞിട്ട് 6ാം നമ്പരാണ് വേണ്ടി പോയ ആളാണ് ഞാൻ. 1ാം നമ്പരായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. മേടിച്ച ഡ്രസ്സൊക്കെ അവിടെ അനുഭവിക്കും നീ അന്നൊക്കെ പറയുമ്പോ ആ പൈസ ഇത്രയും കളയണമായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ട്. അല്ല, എന്തായാലും നല്ലൊരു ഗെയിമറാണ്, അത് ഇല്ലാന്ന് ഒരിക്കലും പറഞ്ഞില്ല. എനിക്ക് അമ്മയോട് ആദ്യം ചോദിക്കുകയാണ്, മോൻ പോയി 7 ദിവസം മുമ്പ് തിരിച്ചു വരുന്നു, അമ്മയ്ക്കുണ്ടായ വിഷമം എന്തായിരുന്നു? വിഷമൊക്കെ എനിക്ക് നല്ലതുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എന്താ വെച്ചാൽ ആദ്യത്തെ 2 ദിവസം ഭയങ്കര ബുദ്ധിമുട്ട്, മനസ്സിലാകാൻ വിഷമം. ഇവ ഇങ്ങനത്തെ ഒരാളല്ല, ഇങ്ങനത്തെ കുറന്ന് കാണിക്കുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് ഭക്ഷണം കിട്ടുമോ എന്താ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അവസാനമായിപ്പോൾ എനിക്ക് സന്തോഷമായി. പക്ഷെ പിന്നെ അവിടുത്തെ ഓരോന്ന് കാണുമ്പോൾ നമുക്ക് ഈ പ്രഷർ അല്ല, അവസാനമായിട്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ അവസാനത്തെ 2 ദിവസത്തെ കളി ഉണ്ടല്ലോ, ഞാൻ ഗെയിം മാറ്റി പിടിച്ചതാണ്. ഞാൻ ഏറ്റവും ആദ്യം അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ. അമ്മയ്ക്ക് ഇതൊന്നുമല്ല, ഈ ടെൻഷനായിരുന്നു. അമ്മയ്ക്ക് പ്രഷർ കയറി. അമ്മ എന്നും തിരുവമ്പാടി ചെന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ മോനെ പ്രാർത്ഥന ഓവറായ കാരണം തോന്നുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് അവിടെ ഇരിക്കേണ്ടതാണ്. കാരണം അറിയോ, ബിഗ് ബോസ് എടുത്തത് ആദ്യമായിട്ടാണ് ആദ്യത്തെ ആഴ്ച. ഇന്നേവരെ ഉണ്ടായിട്ടില്ല. അതൊരു എൻ്റെ കണക്കൂട്ടൽ പാടിപ്പോയത് അവിടെയാണ്. കാരണം ഞാൻ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളല്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ 19 പേരിൽ 18 പേരും ഓരോ രീതിയിൽ പ്രശസ്തി ആർജിച്ച ആളാണ്. ഓരോ രീതിയിലും ജനങ്ങൾക്ക് അറിയാവുന്ന ഒരാൾക്കാരാണ്. അപ്പം ഞാൻ ആലോചിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു സ്പേസ് വേണമെങ്കിൽ ഞാൻ കുറച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ അറിയോ, ഞാൻ ഈ 19 പേരെയും കണ്ടപ്പോൾ ഒന്നിനൊന്നും മെച്ചമുള്ള ആൾക്കാരാണ് എല്ലാവരും. ഈ 18 പേരും, അതായത് 19 പേരിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ 18 പേരും ഒന്നിനൊന്നും മെച്ചമുള്ള ആൾക്കാരാണ്. മറ്റേ ആൾക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ യൂട്യൂബേഴ്സ്, സീരിയൽ ആൾക്കാർ, എല്ലാവരെയും പരിചയമുള്ള ആൾക്കാരാണ്. ആ സമയത്താണ് ഞാൻ ഈ കാവേരി തുമ്പിൽ കാത്തിരുന്ന പൈതലായിട്ട് വരുന്നത്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചത് എന്താ വെച്ചാൽ എനിക്ക് ജനങ്ങളിലേക്ക് എത്തണം. അപ്പോൾ തുടക്കം മുതൽ ഗെയിം കളിച്ച ഒരാളാണ് ഞാനൊരു ഫാസ്റ്റ് ഗെയിമറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ആവശ്യമില്ല, നമ്മൾ സ്ലോ ആയിട്ട് ഗെയിം കളിച്ച് പോയാൽ മതിയായിരുന്നു. പക്ഷെ മാറ്റിപ്പിടിക്കേണ്ട ഭാഗമായിട്ട് എനിക്കൊരു ചിന്ത, ഞാൻ അവിടെ പെർഫോം ചെയ്തില്ലെങ്കിൽ എന്നെ മാറ്റിപ്പിടിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഡേ തൊട്ടിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും കണ്ണിലൊക്കെ നോക്കിയപ്പോൾ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റിയ ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഫസ്റ്റ് ജാൻമനിയുടെ അടുത്താണ് ഒരു ചെറിയ ഹ്യൂമർ ഒരു ട്രാക്ക് പോലെ ഞാൻ അകത്താരാ പുറത്താരാന്നുണ്ടായിരിക്കാം, അങ്ങനെയാണ് ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എൻ്റെ ഗെയിം കുറച്ച് ഓവർഡോസ് ആയെന്ന് തോന്നുന്നു. പിന്നെ ആദ്യത്തെ ആഴ്ച ഞാൻ എലിമിനേഷൻ ആവുമെന്ന് വിചാരിച്ചല്ല. ആദ്യത്തെ 3 ദിവസം ഞാൻ നെഗറ്റീവ് തന്നെയാണ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകരുടെ ഇടയിൽ എനിക്ക് നെഗറ്റീവ് തന്നെയായിരുന്നു. ഞാനവിടെ ഗെയിം കളിക്കുമ്പോൾ വ്യക്തമായിട്ട് എനിക്ക് ബോധ്യമുണ്ട്. കാരണം പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞിട്ട് കളിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. കാരണം എനിക്കറിയാം നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് നെഗറ്റീവായിട്ടാണോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണോ പോകുന്നതെന്ന് വ്യക്തമായിട്ട് ധാരണ നമുക്ക് ഉണ്ടാവും. അതിലേക്ക് അറിയാലോ, നമ്മൾ ഓരോ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ മുമ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഓരോ കാര്യങ്ങളും അവിടെ കണ്ടന്റ് ഉണ്ടാക്കി കളിക്കുമ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം അത് നെഗറ്റീവാണ് പോകുന്നതെന്ന്. ആ നെഗറ്റീവ് പോയിട്ട് ഒരു 4ാമത്തെ ദിവസം തൊട്ടിട്ട് നമുക്ക് ഒരു മെല്ലെ ഗെയിം ചേഞ്ച് ചെയ്ത് വരാം. എൻ്റെ കാൽക്കുലേഷനൊക്കെ കറക്റ്റായിരുന്നു. ജയിലിൽ കിടന്ന് നിങ്ങളൊന്ന് ആളുകളെ സോപ്പിട്ടെടുത്തു. ജയിലിൽ കിടന്നപ്പോഴാണ് സോപ്പിടൽ തുടങ്ങിയത്. അതായത് മുടിയനൊക്കെ പോയപ്പോക്കെ ഉറുമ്പിനെ വിളിച്ചിട്ട് കയ്യിലാക്കിട്ട് എടാ മുടിയാ നിങ്ങളുടെ അവർക്ക് ഇഷ്ടം കൂടി തുടങ്ങി. അതെ, വൃത്തിയുടെ ഡാൻസ് ഒന്നും പഠിപ്പിക്കണ എന്റെ തുത്തിരൂനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഗെയിം ചേഞ്ച് ചെയ്തു. പക്ഷെ അപ്പോഴേക്കും വോട്ട് ബാങ്ക് ക്ലോസ് ചെയ്തു. അപ്പോഴും എൻ്റെ മനസ്സിൽ ആദ്യത്തെ ആഴ്ച എലിമിനേഷൻ ഉണ്ടാവില്ല, അവിടെ എൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. ആദ്യത്തെ ആഴ്ച എലിമിനേഷൻ വന്നു. ബിഗ് ബോസിനോട് എനിക്ക് ഒരു പരാതിയില്ല, ബിഗ് ബോസ് ചെയ്തൊക്കെ കറക്റ്റാണ്. എനിക്ക് വോട്ടില്ല, അത് കാരണം ഞാൻ ഔട്ടായി, എലിമിനേറ്റ് ആയി. പക്ഷേ എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അവിടെ 7 ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ ഹൈദരക്കപ്പോൾ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ ആ ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ
ഇങ്ങനെ വരില്ലല്ലോ. കാരണം അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം നല്ല ഗെയിമറാണ്, നല്ല രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യ ആഴ്ച തന്നെ ഇത്രയും സൂപ്പറായിട്ട് ഗെയിം കളിച്ച വേറെ വ്യക്തിയില്ല. പക്ഷെ അത് നമുക്കൊരു പുറത്തേക്കുള്ള വഴിയാണെന്ന് നമുക്ക് മനസ്സിലായില്ല. പക്ഷെ നമ്മളാരും താങ്കൾ പുറത്തേക്ക് പോകുന്നു വിശ്വസിച്ചില്ല. ഇത് നല്ല ഗെയിമറാണല്ലോ, ഇവിടെ നിർത്തുമായിരിക്കും എന്നാലും നമ്മളൊക്കെ പ്രതീക്ഷ. ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇനി അങ്ങനെ മാറ്റി പിടിച്ചില്ലെങ്കിൽ പുറത്തു പോവാം. പക്ഷെ ആളുകൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോൾ പുറത്തേക്ക് പോകേണ്ടത്. ആദ്യം എതിർപ്പുകളായിരുന്നു. എന്റെ വീട്ടിലൊക്കെ കാണുന്നതാണ് ആദ്യം എതിർപ്പുകൾ. എന്താണ് ഈ പറയണമെന്നൊക്കെ ചോദിച്ചോണ്ട് അതായത് നമ്മൾ പറയുന്ന ആളുകളുള്ള നമ്മൾ എങ്ങനെയൊക്കെ പെരുമാറിയെന്നുള്ളതാണ്. മനസ്സിലായി. അങ്ങനെയൊക്കെ വളരെ മോശമായ രീതിക്ക് വേറെ രീതിക്കൊക്കെ ചിന്തിച്ചു. ആദ്യത്തെ 3 ദിവസം അത് കഴിഞ്ഞിട്ട് ഞാൻ ഹ്യൂമർ ട്രാക്ക് പിടിച്ചു. എന്നിട്ടും എനിക്കൊരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു, ഇനി മാറ്റി പിടിക്കാനാണല്ലോ ടാഗ്. ആദ്യത്തെ ആഴ്ച എലിമിനേഷൻ ഉണ്ടാവുമോ, അങ്ങനെ നടക്കുക എനിക്ക് വീണാലെന്ന് പേടിച്ചിട്ട് ഞാൻ ബിഗ് ബോസിനോടും പ്രേക്ഷകരോടും ഞാൻ ഉറക്കെ പറയുന്നുണ്ടായിരുന്നു, അടുത്ത ആഴ്ച RJBB ഗ്രൂപ്പ് കയറിവാട മക്കളെ, ഞങ്ങൾ ഗെയിം മാറ്റി പിടിക്കുകയാണ്, ഞങ്ങൾ ഹ്യൂമറാണ് പിടിക്കാൻ പോകുന്നത്. ഞാൻ ഹിന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ബിഗ് ബോസിനും പ്രേക്ഷകർക്ക് ഹിന്റ് കൊടുക്കുക. കാരണം പിന്നത്തെ ആഴ്ച ഞാനും ജിൻഡോയും കൂടിയിട്ട് ഫുൾ ഹ്യൂമർ ട്രാക്കിലേക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു. ഞാൻ പ്രേക്ഷകർക്കായാലും ബിഗ് ബോസിനായാലും എന്റെ ട്രാക്ക് ഞാൻ മാറ്റാൻ പോവാ എന്നൊരു ഹിന്റ് കൊടുത്തതാണ്. പക്ഷെ എലിമിനേഷൻ വന്നത് എന്റെ കാൽക്കുലേഷൻ മുഴുവൻ തെറ്റിപ്പോയി. ഇപ്പൊ 2 ആഴ്ചക്ക് ശേഷമാണ് എലിമിനേഷൻ വന്നു വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങളോട് പിടിച്ചത്. കാരണം ജയിൽ ടാസ്കിലൂടെയാണ് ഹൈദറിക്ക കറക്റ്റ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ, കറക്റ്റ് നോട്ട് ചെയ്താണ് ഒരു മാറ്റം വന്നത് ജയിൽ ട്രാക്കിലൂടെയാണ്. ഞാൻ ഗെയിം മാറ്റി പിടിച്ചതാണ്. അവിടെ ചെറിയൊരു സ്പേസ് കുറച്ച് ദിവസം ജയിലിൽ കിടന്നെങ്കിൽ എന്റെ കണ്ണ നിന്നെ ജയിലിൽ ഇട്ടപ്പോ ഞങ്ങൾക്ക് സമാധാനമായി. അല്ല ഞാനും പറഞ്ഞ കറക്റ്റായി പോകട്ടെ അല്ലേ. ജയിലിൽ കിടന്നപ്പോ സ്വഭാവത്തിന് മാറ്റം, ജീവിതത്തിൽ ജയിലിൽ കിടക്കാത്തോണ്ടുള്ള വിഷയമാണ്. ഞാൻ ജീവിതത്തിൽ അച്ഛന്റെ വാശിയാണോ അച്ഛാ കിട്ടിയത്? അച്ഛന്റെ സ്വഭാവമാണോ മോന? അത് പൊളിച്ചോ, അത് പൊളിച്ചു. ഇപ്പൊ പേടിയുണ്ടല്ലേ? ഇപ്പൊ പേടിയൊന്നുമില്ല. അല്ല ഇപ്പൊ ആ സ്വഭാവം തന്നെ ഇവിടെ എടുത്താലോ? അല്ല എടുക്കില്ലാന്നറിയാം. നമ്മളങ്ങനെ പെരുമാറിയിട്ടില്ല. എന്റെ അടുത്ത് ചെറുപ്പത്തിലെ തൊട്ട് നമ്മളില്ല. എന്നെ ഞാൻ വൈകുന്നേരം വരുന്നവരെ കാത്തിരിക്കും. കാരണം ഞാൻ ഡെയിലി വരുമ്പോ ഒരു പാക്കറ്റ് ഉണ്ടാകും കയ്യിൽ. ചെറിയ പൊതി ഉണ്ടാവും. കാലത്ത് പോയാൽ വൈകുന്നേരം വരുള്ളൂ. കപ്പലിന്റെ പൊതിയോ എന്തെങ്കിലും ഉണ്ടാവും. അതിനുവേണ്ടി കാത്തിരിക്കും. കാത്തിരിക്കും അവര്. അച്ഛൻ വരുമ്പോ അങ്ങനെ കൊണ്ടുവരുമോ? പൊതി കൊണ്ടുവരുമോ? ഞാൻ ബേക്കറി മുഴുവൻ താങ്ങിട്ട് കൊണ്ടുവരും. അതെ, പണ്ട് എന്റെ അച്ഛൻ വരുമ്പോഴേ എനിക്കത് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അത് ഞാൻ ഇതുവരെ ഇന്റർവ്യൂസിൽ ഞാൻ അത് പറഞ്ഞിട്ടില്ല. അത് ഹൈദർക്കിക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ അച്ഛനോട് പിടിച്ച് ട്രാക്ക് പിടിച്ച് വരുമ്പോഴാണ് ഇതെനിക്ക് പറയാൻ പറ്റിയത്. വെരി താങ്ക് യു. കാരണം അറിയോ, ഞങ്ങൾ 3 പേരും അച്ഛൻ അന്ന് വരുമ്പോൾ അച്ഛൻ്റെ പൊതിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. അന്ന് ലഡ്ഡു 3 ലഡ്ഡു ആയിരിക്കും, അല്ലെങ്കിൽ കപ്പലിന്റെ പൊതി ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേ നമ്മള് മുറുക്ക് ഉണ്ടാവില്ലേ 3 മുറുക്കായിരിക്കും അച്ഛൻ കൊണ്ട്. പക്ഷെ അതിന്റെ ഒരു ടേസ്റ്റ് വേറെയാണ് അല്ലേ. ഞാനത് കാത്തു നിന്നിട്ട് എന്റെ അച്ഛൻ അതെനിക്ക് തരുമ്പോൾ ഉള്ളൊരു അതിന്റെ ഒരു വാല്യൂ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. എനിക്കവിടെ വന്നപ്പം എന്റെ മനസ്സിൽ ഒത്തിരി ഇഷ്ടവും എന്റെ മനസ്സിലൊരു വിങ്ങലും ഉണ്ടായത് നിങ്ങൾ ഇരിക്കുമ്പോ അച്ഛനെയും അമ്മനെയും പിടിച്ചിരുത്തുമ്പോൾ ആ ഒരു സ്നേഹമാണ് എന്റെ മനസ്സിൽ കേട്ടോ. അപ്പുറത്തേക്കൊന്നുമില്ല. നമ്മൾ ഒത്തിരി ആൾക്കാരെ ഇന്റർവ്യൂ എടുക്കാൻ പോയിട്ടുണ്ട്, പക്ഷെ ഇതൊരു സ്നേഹമാണ്. ഇത് ദീർഘായുസ്സ് തരട്ടെ അച്ഛനും അമ്മയ്ക്കും. തീർച്ചയായിട്ടും. കാരണം എന്റെ അച്ഛനമ്മയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാലേ ഞങ്ങൾ 3 ആൺമക്കളാണ്. ഈ 3 പേരും വാദിച്ചിട്ടാണ് എന്റെ അച്ഛനമ്മയെ സ്നേഹിക്കുന്നത്. എല്ലാം മനസ്സ് നിറച്ച് മരുമകളെ അടുത്ത് വരുത്തിയിട്ടുണ്ട്. എന്ത് സന്തോഷമായിട്ടിരിക്കണ. ഇനിയിപ്പോ കമന്റ് വരും ഞാനായിട്ട് കുത്തിത്തിരിപ്പുണ്ടാകും. അത് പ്രതീക്ഷയല്ല ഞാൻ പറഞ്ഞു. ഞാൻ എനിക്ക് മനസ്സ് തൊട്ട് പറയാനാണ്. ഭയങ്കര സന്തോഷമായി. 3 പേര് ഒരേ മോഡല് അമ്മായിമ്മ സ്വന്തം അമ്മയെ പോലെ 3 പേര് വരുന്നു. അതുകൊണ്ടുള്ള ഇപ്പോഴും അച്ഛനും അമ്മയ്ക്ക് ആരോഗ്യമായിട്ടിരിക്കണം. മകളെ പോലെ ഉള്ളതുകൊണ്ടാണ്. ആ പൊതിയുടെ കേസ് പൊതി പറഞ്ഞില്ലേ, പൊതി കൊണ്ടിരുന്നില്ല, അത് അച്ഛൻ ഇപ്പോഴും അതെ ഇപ്പോഴും ആ അച്ഛൻ തുടരുന്നുണ്ട്. ഇപ്പോഴും അച്ഛൻ പുറത്തുപോയി വരുമ്പോഴും ഇതേപോലെ പൊടി കൊണ്ട്. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, the cooling expert.